നമസ്കാരം. ഇന്ത്യ-US വ്യാപാര ബന്ധങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ഒരു ഫോൺ കോളിലൂടെ ലോകത്തെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാര പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടു എന്നത് നയതന്ത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടുകളിൽ നിന്നും ഇന്ത്യ എങ്ങനെ തന്ത്രപരമായി വിജയം നേടിയെടുത്തു എന്നതിന്റെ വിശകലനം പ്രധാനമായും എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ നയതന്ത്ര മാസ്റ്റർ സ്ട്രോക്കാണ് മോദി നടത്തിയത്. മോദി ഫോൺ വിളിക്കാത്തതാണ് എല്ലാത്തിനും കാരണമെന്ന US വാണിജ്യ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ നടന്ന ചർച്ചകൾ ഫലം കണ്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ ബന്ധപ്പെട്ടതോടെ 50% വരെ ഉയരുമെന്ന് കരുതിയ പകരം തീരുവ അഥവാ റെസിപ്രോക്കൽ താരിഫ് പ്രശ്നങ്ങൾ ഒറ്റ രാത്രി കൊണ്ടാണ് അവസാനിച്ചത്. തന്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് കാര്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുന്നതിൽ ട്രംപ് ഒരിക്കൽ കൂടി വിജയിച്ചിരിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ പുതിയ വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തികമായി വലിയ മുന്നേറ്റം നൽകുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കരാറിലെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം ഏകദേശം 4 ലക്ഷം കോടി രൂപയുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇനി മുതൽ 0 തീരുവ ലഭിക്കും എന്നതാണ്. ഇത് ടെക്സ്റ്റൈൽസ് പോലുള്ള പ്രധാന കയറ്റുമതി മേഖലകൾക്ക് ആഗോള വിപണിയിൽ വലിയ മത്സരക്ഷമത നൽകും. നിലവിലുണ്ടായിരുന്ന 25% പിഴത്തീരുവ പിൻവലിക്കാനും മറ്റ് പ്രധാന മേഖലകളിലെ തീരുവ 18% കുറയ്ക്കാനും തീരുമാനമായത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയ ആശ്വാസമാണ്. അതേസമയം ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അരി, ഗോതമ്പ്, ചോളം, ഇറച്ചി, ജനിതകമാറ്റം വരുത്തിയ വിളകൾ എന്നിവയ്ക്ക് പ്രത്യേക കാർഷിക സംരക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട്. പകരം അമേരിക്കൻ വ്യവസായ ഉൽപ്പന്നങ്ങൾക്കും പഴങ്ങൾ, പച്ചക്കറി, വൈൻ, മദ്യം തുടങ്ങിയവയ്ക്കും ഇന്ത്യ തീരുവ ഒഴിവാക്കി വിപണി തുറന്നു നൽകും. ചുരുക്കത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിനൊപ്പം തന്നെ ആഭ്യന്തര കാർഷിക മേഖലയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സന്തുലിത സമീപനമാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ കരാറിന്റെ ഏറ്റവും നിർണായകമായ വശം ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയിലെ മാറ്റമാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കുമെന്നും പകരം അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുമെന്നും ട്രംപ് വ്യക്തമാക്കിയതാണ് ഇന്ത്യക്ക് അനുകൂലമായ കരാറിലേക്ക് വഴി തുറന്നത്. ഈ കരാറിനെ ഇന്ത്യയുടെ ഒരു പൂർണ്ണമായ കീഴടങ്ങലായി കാണുന്നതിനേക്കാൾ മാറുന്ന ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള തന്ത്രപരമായ വഴിമാറ്റമായി വിലയിരുത്തുന്നതാണ് കൂടുതൽ കൃത്യം. ഇന്ത്യ ഇതിന്റെ ദീർഘകാലമായുള്ള ചേരിചേരാ നയം പൂർണ്ണമായി അമേരിക്കൻ ചേരിയിലേക്ക് മാറുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയരുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. ഒന്നാമതായി, ഇന്ത്യൻ കയറ്റുമതി മേഖലയെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ അമേരിക്ക ഉയർത്തിയ 50% വരെയുള്ള താരിഫുകൾ ഒഴിവാക്കുക എന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിരുന്നു. സൈനികമായ ഭീഷണികളോ നേരിട്ടുള്ള ഉപരോധങ്ങളോ ഇല്ലാതെ താരിഫ് എന്ന ശക്തമായ സാമ്പത്തിക ആയുധം ഉപയോഗിച്ചാണ് അമേരിക്ക ഇന്ത്യയെ ചർച്ചാമേശയിൽ എത്തിച്ചതും എന്നതും ശ്രദ്ധേയം. ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ ഒരു സന്തുലിത നയമാണ് സ്വീകരിക്കുന്നത്. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ഔദ്യോഗികമായി വിച്ഛേദിക്കുകയോ ഉപരോധങ്ങളിൽ പങ്കുചേരുകയോ ചെയ്യാതെ തന്നെ അമേരിക്കയുമായുള്ള വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാനാണ് ഇന്ത്യ ശ്രമിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ, സ്വന്തം സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലപാടുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമ്പോഴും ഒരു വൻശക്തിക്കും പൂർണ്ണമായി വഴങ്ങാത്ത തരത്തിലുള്ള നയതന്ത്രപരമായ കരുനീക്കമാണ് ഇന്ത്യ ഇതിലൂടെ നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ നിലവാരം അംഗീകരിക്കുന്നതിനും വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട്. വൈറ്റ് ഹൗസിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് വരുന്നതോടെ ഈ കരാർ ഔദ്യോഗികമാകും. പൂർണ്ണമായ കീഴടങ്ങലല്ല, മറിച്ച് ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യ നടത്തിയ തന്ത്രപരമായ വഴിമാറ്റമാണ് ഈ കരാർ.